ഞാൻ തന്നെ പറയണോ? ഓ ഹി ശുനോ ബിബി കിട്ടി പോയി. ഇതെല്ലാം സക്സസ് ആകുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പോയി വീഡിയോ കണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യണം, എന്നെങ്കിൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എങ്ങനെ വല്ലൊക്കെ എടുക്കാന്നുള്ളതിനെ നോക്കാം. അല്ല ഞാൻ വെറുതെ ചെയ്തു. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ കൊയർ, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സീഡ്സിനെ പാകാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടിക കഷ്ണത്തിന് അത്രയും വലിപ്പമുള്ളൂ. ഇത് നമ്മൾ 9 ലിറ്റർ ആക്കി എടുക്കാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്തെ കവർ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 3 ലിറ്റർ വെള്ളം, അതായത് കുറച്ച് വാം വാട്ടറാണ് ഒഴിക്കാൻ പോകുന്നത്. കാരണം എന്നാലും ഇതിൻ്റെ പ്രോസസ്സ് കുറച്ച് സ്പീഡപ്പ് ആവും. നമുക്ക് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊക്കോ കൊയർ റെഡി ആകുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് സീഡ് നടാനായിട്ട് ഞാൻ മേടിച്ചേക്കുന്നതാണ് ഈ ട്രേകൾ. അപ്പം ഈ ട്രേ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊക്കോ കൊയർ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്ലാക്ക് കളറിലുള്ള ട്രേക്കകത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇറക്കി വെക്കാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നു. അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു അടപ്പാണ് ഇത്. ഇതിലിപ്പോൾ 4 ഹോള് കാണുന്നുണ്ട്. ഈ ഹോളിനെ അടയ്ക്കാനായിട്ട് തന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് അവിടെ ഇപ്പോൾ അത് ലോക്കായി. ഇനി നമ്മൾ ഈ ഹോളിനെ ഇവിടെ പിടിച്ച് കറക്കുവാണെങ്കിൽ ഇപ്പം ഈ ഹോൾ അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ ലോക്കാവും. എന്നിട്ട് അത് ഇതിൻ്റെ ടോപ്പിൽ വെച്ച് അതാണ്ടോ ഇങ്ങനെയാണ് ഫുൾ ഒരു ട്രേ സെറ്റായിട്ട് വരുന്നത്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വെറൈറ്റി ഓഫ് വെജിറ്റബിൾസിൻ്റെ സീഡ്സാണ് മേടിച്ചേക്കുന്നത്. ഫ്ലേവർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രേക്കകത്തോട്ട് നിറയ്ക്കാം. നീ എന്തുവാ പറയുന്നത്? എന്തൊക്കെ പെറുക്കിടുവാടാ. ഇനി ഇതിനെ നമുക്ക് ട്രേക്കകത്ത് ഫില്ല് ചെയ്യാം. ഒരെണ്ണം റെഡിയായി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി സഹായിക്കുന്നുണ്ട്. ഞാൻ ഈ സാധനത്തിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ കിളുക്കോ ഇല്ലയോ എന്ന് വഴിയെ കണ്ടറിയാം. ഇപ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീഡ് നടണം. സീഡ് നടുന്നതിലൊന്നുമല്ല പ്രശ്നം. ഇത് ഞാനെടുത്ത് ഇവിടെ വെക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ആശാനില്ലേ, ആശാൻ ഇത് മൊത്തം അടിച്ച് നിലത്തടയും. അതിനായിട്ട് വെയിറ്റ് ചെയ്ത് ഇതെപ്പം മേളി വരുമെന്ന് കാത്തിരിക്കുകയാണ് അവൻ. ഇതെങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ജാങ്കോ, ഞാൻ പെട്ടുട്ടോ. ഇനി ഞാൻ സീഡ് നടാൻ പോവാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ട്രേ നമ്മൾ ആദ്യം അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചേക്കുന്ന കൊക്കോ കൊയറിൻ്റെ ട്രേനെ ഇറക്കി വെക്കുന്നു. ഞാനൊരു 4 സീഡ് വെച്ചാണ് ഒരു ട്രേക്കുള്ളിൽ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എത്ര എണ്ണം മുളയ്ക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അതിന് ഞാനിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി മൂടി വെക്കാം. മൂടി വെച്ചിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാം. ഇനി ഇതുപോലെ എല്ലാ വിത്തിനെയും നമ്മൾ ഈ ട്രേക്കകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. അപ്പം ഇതെല്ലാം ഇനി നമുക്ക് അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കാം.
അപ്പോൾ നമുക്ക് ഇതൊരു ഒപ്റ്റിമം ടെമ്പറേച്ചറായിട്ട് 18 ഡിഗ്രിയിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ ട്രേ എല്ലാം നമുക്കിനി ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ കുറച്ച് സ്ട്രോബെറി പ്ലാന്റും കൂടി മേടിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് മാറ്റി നടാം. നമുക്ക് കുറച്ച് കമ്പോസ്റ്റ്, ആടെ ഒരെണ്ണത്തിനെ ഞാൻ ഉരിയെടുത്തു. ഇതിൻ്റെ രാമൻകുട്ടി രാമൻകുട്ടിയെന്നോ മറ്റേ സംഭവല്ലേ, കൊണ്ടി തെക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കണം. അത് കട്ട് ചെയ്തില്ല, അശ്ലീലം. എനിക്കൊന്ന് ഇതിൻ്റെ ചോട്ടിലേ ഓൾറെഡി നല്ല വളമുള്ള മണ്ണങ്ങാണ്ട് കിടക്കുന്നത്. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിലില്ലാത്ത മണ്ണിനെ നമ്മൾ ടോപ്പ് സോയിലിട്ട് അത് ആ ഗ്യാപ്പുകളുണ്ടല്ലോ, ഇനി നമുക്ക് ആ പാത്രം വേറെ എന്തെങ്കിലും ഒരു സാധനം വളർത്താൻ വേണ്ടി യൂസ് ചെയ്യാലോ അല്ലേ? അത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുറച്ച് ചെടികളുണ്ടല്ലോ വിത്ത് നടാനായിട്ട്, അത് നമുക്ക് അതിൽ നട്ട് വെക്കാം. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വരും. അകത്തെ കർഷകശ്രീ നടത്തുമായിരുന്നു. അവിടുന്ന് ഒരു ചെളി പിടിച്ച് ഈ ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റും എടുത്ത് ഞാൻ നോക്കിയപ്പം നടുവായിരുന്നു കേട്ടോ. അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഒരെണ്ണം റെഡിയായി. അല്ല, ഇത്രയും തണുപ്പത്തേ ഒരു ജാക്കറ്റ് പോലും ഇടാതെ നീ എങ്ങനെ നിൽക്കുന്നു എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചേ ആ ആപ്പിളിൻ്റെ ഇതൊക്കെ നടാനായിട്ട് കിളയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ ശരീരം ചൂടാകും എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ ആദ്യം സ്ട്രോബെറിയെ കൈ വെച്ചുകൊണ്ട് എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തണുക്കാത്ത പോലെ ഞാൻ അഭിനയിക്കുമോ? അപ്പോൾ 4 റെഡി ആയിട്ടുണ്ട്. ഇനി 4 നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സെറ്റായിക്കോളും. കഴിഞ്ഞ സമ്മറിൽ എല്ലായിടത്തും ആപ്പിളും പിയർ ഫ്രൂട്ട് എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ പോയി പറിക്കണം, കഴിക്കണം എന്നൊക്കെ. ഞാൻ കഴിഞ്ഞ തവണ എന്നിട്ടൊരു ആപ്പിളിൻ്റെ തൈ നട്ടു. അത് വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നൊരു മിനിമം 2-3 വർഷം എടുക്കും അത് വലുതായി വരാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ അത്രയും പൊക്കമുള്ള ഒരു ചെടി കൊണ്ട് നട്ടു നോക്കാം, ഇപ്രാവശ്യം ഇതിൽ കായ ഉണ്ടാകുമല്ലോ എന്ന്. ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്പിളല്ല, ഇത് പിയർ ഫ്രൂട്ടാണ്. ഇത്രയും വലിയ പിയർ ഫ്രൂട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് ആപ്പിളാന്ന്. പിന്നെ ഞാനൊരു ആപ്പിളിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ അത്രയും പൊക്കമില്ല, എന്നെക്കാട്ടിലും താഴെ പൊക്കം. അവളുടെ അത്രയും പൊക്കം കാണും. ഇത് ജൊനാ ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ സമ്മറിന് നമുക്ക് ഇത് പറിച്ച് തിന്നാൻ പറ്റുമല്ലോ എന്നറിയാം. ഓൾറെഡി പറ്റില്ലെങ്കിൽ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അത് നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൾ പ്ലാന്റേഷനിൽ പോയിട്ട് പറിക്കും നമ്മൾ ആപ്പിൾ. അപ്പോൾ ഇത് നടണമെങ്കിൽ നമ്മൾ ഒരു വലിയ കുഴി എടുത്തിട്ട് വേണം ഇറക്കാനായിട്ട്. കാരണം നല്ല വലിയൊരു ചട്ടിക്കകത്താണ് വന്നേക്കുന്നത്. ആദ്യം കുഴി എടുക്കാൻ പോകും. ദൈവമേ, തൂമ്പ ഓടിക്കുമെന്ന് ആവശ്യമുണ്ട് കേട്ടോ. കരിങ്കല്ലൊക്കെയാണ്. കല്ലുംകുട്ടയാണോടാ? കല്ലുംകുട്ടാണോ? ചിലരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇറക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ ടപ്പോന്ന് ഇങ്ങനെ ചാടിയിട്ട് നല്ല അലുവ കഷ്ണം മുറിഞ്ഞു വരുന്ന സാധനം മുറിഞ്ഞു വരും. അലുവ കഷ്ണം പോലെ മുറിയുന്നെങ്കിലേ എല്ലാ വർഷവും അങ്ങനെ ഇളക്കിയിടുന്നതാണ്. ശരിയാ, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. ഒരു 10 വർഷമായിട്ട് ഈ മണ്ണിലൊരു ഒന്നും ചെയ്തിട്ടില്ല ഇവർ. ധാരാളം ചട്ടിയാലോ. അപ്പം നമുക്ക് ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇളക്കിയെടുക്കുന്നു
എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക് അല്ലേ, ഇളകി വരുമോ അതോ ചട്ടി പൊട്ടിക്കേണ്ടി വരുമോ? വെയിൽ നോക്ക്, ഈ പൊളിഞ്ഞ് നടന്ന് നോക്കുവാണേ. ഇവിടെയാണ് നമ്മൾ അടുത്ത ആപ്പിൾ നടാൻ പോകുന്നത്. എല്ലാം തമ്മിൽ കുറച്ച് അകലെ വിട്ടിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മൾ മേടിച്ച ആദ്യം നട്ട ആപ്പിളിൻ്റേത്. അത് വളരെ ചെറുതാണ്. അതൊരു വെറൈറ്റി ആപ്പിളാണ്. എല്ലാ ആപ്പിളിൻ്റെ ഉള്ളിൽ ഫ്ലഷ് വൈറ്റ് കളറിലല്ലേ ഇരിക്കുന്നത്, ഇതിൻ്റെ പിങ്ക് കളറാണ്. ഉണ്ടായാലും സൂപ്പറായിരുന്നു. അതെ, നമുക്ക് ഇവർ നല്ല പാക്ക് ചെയ്താണ് വന്നേക്കുന്നത്. ആ കമ്പോസ്റ്റ് ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ? ഏതാടാ അവിടെ ഇരിക്കുന്ന ബേബി? ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പ്ലാസ്റ്റിക് നമുക്ക് കളയണമല്ലോ. ഹോൾഡ് ചെയ്യട്ടെ. നമ്മൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ വിത്ത് മേടിച്ചിട്ടില്ലേ, അത് അതിൻ്റെ അകത്ത് നട്ടുവെക്കാം. ഗാർഡൻ ആകുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് വെജിറ്റബിൾസും എല്ലാം വേണ്ടേ എന്നാണ് ആഗ്രഹം. കിട്ടി പോയി. അപ്പം ഇതെല്ലാം സക്സസ് ആകുമോ, എല്ലാം സക്സസ് ആകുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യണം, എന്നെങ്കിൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാലൻസുള്ള കൊക്കോക്കോയറിന് ഫില്ല് ചെയ്തിട്ട് കുറച്ച് ചെടികളും കൂടി പ്ലാന്റ് ചെയ്ത് നോക്കാം. ഇത് വലിയ വലിയ വിത്തുകളാണ് കേട്ടോ.